ഹായ് ഓൾ, പുടവ കൊടുക്കൽ ചടങ്ങാണ് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. വൈശാഖിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് കുറച്ച് പേര്, ഒരു 5-6 പേരായിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഈവനിങ് ആയിരുന്നു ഈ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അമ്മ അവർക്ക് ജ്യൂസൊക്കെ കൊടുക്കുകയാണ്. വൈശാഖിൻ്റെ അളിയനും ചേച്ചിമാരുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടായിരുന്നു അവർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അവിടെയും പയ്യൻ്റെ വീട്ടിലും കുറച്ചധികം ചടങ്ങുകളുണ്ടല്ലോ, അപ്പോൾ അതിനായിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് റഷിലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അതിനിടയിൽ കുറച്ച് സമയം ഞങ്ങൾ സംസാരിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ തന്നെ അവിടെ ചടങ്ങിനുള്ള വിളക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളുടെ ചടങ്ങ് തുടങ്ങുകയാണ്. ഈ നിൽക്കുന്നത് എൻ്റെ ഫാമിലിയാണ്. അമ്മായിമാരും മാമന്മാരും അമ്മാമ്മയും എല്ലാവരും ഉണ്ട്. ഇപ്പുറത്ത് അവർ പുടവ തരാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ക്യാമറാമാനും ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് അരിയും പൂവും ഇട്ടതിന് ശേഷമാണ് നമ്മൾ ചടങ്ങിന് റെഡിയാകുന്നത്, മീൻസ് പുടവ വാങ്ങാനായിട്ട്. അപ്പോൾ ഞാനും ആ ഒരു ചടങ്ങ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെന്ന് അരിയും പൂവൊക്കെ ഇട്ടതിന് ശേഷം പുടവ വാങ്ങാൻ റെഡിയാവാണ്. അങ്ങനെ പുടവ വാങ്ങാനായിട്ട് അതിന് മുമ്പ് ചോദിക്കുമല്ലോ പുടവ തരട്ടെ എന്നുള്ളത്. അത് 3 വട്ടം ചോദിക്കുന്നുണ്ട്. തിരിച്ച് പുടവ വാങ്ങട്ടെ എന്ന് ഞാൻ 3 വട്ടം പറഞ്ഞ് എനിക്ക് പുടവ ചേച്ചിമാർ തരികയാണ്. അതിനുശേഷം ആസ് യൂഷ്വൽ ക്യാമറാമാൻ പറയുകയാണ് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് നിൽക്കാൻ. ഞാൻ ഭയങ്കര ഷൈയായിരുന്നു അന്ന്. എന്തോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് കൊണ്ടാണോ എന്നറിയില്ല. അതിനുശേഷം വൈശാഖ് വന്ന് അങ്ങനെ ഫോട്ടോസ് എടുത്തു. ഇതെൻ്റെ ഫാമിലി, എൻ്റെ അച്ഛൻ, അമ്മ, ഞങ്ങളുടെ ഫോട്ടോ. അതിനുശേഷം അച്ഛൻ്റെ അനിയൻ, പാപ്പൻ, മേമ, അനിയത്തി, അമ്മായി കൂടി മറ്റൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും നമ്മുടെ തറവാട്ടിലെ എൻ്റെ അമ്മാമ്മയാണ്, അമ്മയുടെ അമ്മയാണ് ചിരിക്കുന്നത്. അപ്പുറത്ത് 2 മേമ്മമാർ. ഇതെൻ്റെ ഫ്രണ്ടാണ്. പിന്നെ അമ്മാമ്മയുടെ ഒപ്പം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂടായിരുന്നു, നല്ല ഹോളിൻ്റെ ഉള്ളിലായ കാരണം. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം നിന്ന് ഞങ്ങളുടെ ഫോട്ടോസ് എടുത്തു. എൻ്റെ ഫാമിലിയായിട്ട് വൈശാഖം വന്നിട്ടെടുത്തു. പിന്നെ അവിടെയും സംസാരിച്ച് വെക്കാൻ പറയുന്നുണ്ട്. ഇതാണ് ചേച്ചി, ചേട്ടൻ്റെ വൈഫ്. പിന്നെ ഇതെൻ്റെ മാമനും ഫാമിലിയുമാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ എടുത്തു. ഇതെൻ്റെ അനിയന്മാരാണ്. പിന്നെ ലാസ്റ്റ് റഷായപ്പോൾ അങ്ങനെ സംസാരിച്ച് വെക്കാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫോട്ടോസ് എടുത്ത് വേഗം അത് കഴിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഫുഡ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവർക്ക് അവിടെയും എത്തേണ്ടതുണ്ടല്ലോ. അപ്പം അത്യാവശ്യം ദൂരമുണ്ട് വൈശാഖിൻ്റെ വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോർ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവരിറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ ഫൈനലി അവർ ഇറങ്ങി. അപ്പോൾ നമ്മളെല്ലാവരും അവരെ യാത്ര അയക്കാനായിട്ട് പുറത്ത് വന്ന് നിന്ന് അവരൊക്കെ ബായൊക്കെ പറഞ്ഞ് നാളെ കാണാമെന്നുള്ള രീതിയിൽ പോവാണ്. അപ്പോൾ ഇവരെല്ലാവരും അവരെ കാറിൻ്റെ അവിടെ വരെ പോയി. ഞാനവിടെ നിന്ന്. പിന്നെ നമ്മുടെ വീട്ടിലും കുറച്ച് ചടങ്ങുകളുണ്ടായിരുന്നു. അത് ഭയങ്കര ഇമോഷണലായിപ്പോയി. ഇതെൻ്റെ മാമനാണ്. മാമനായിട്ട് ഭയങ്കര ഒരു കണക്ഷനാണ്. ചെറുപ്പം തൊട്ട് മാമൻ്റെ വൈഫാണത്. ചെറുപ്പം തൊട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു. ഇതെൻ്റെ മേമയാണ്. ഇതും വേറൊരു മാമനാണ്. ഈ മാമൻ്റെ വൈഫാണത്. അപ്പോൾ അവർക്കൊക്കെ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങുകയാണ്. അതിനുശേഷം അച്ഛനാണ് ദക്ഷിണ കൊടുക്കുന്നത്. ദക്ഷിണ കൊടുത്ത് അമ്മ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഞാൻ കരഞ്ഞപ്പോൾ ആൾക്കും അത് എന്താ പറയുക പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അങ്ങനെ അമ്മയ്ക്കും ദക്ഷിണ കൊടുത്ത് അതങ്ങനെ കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. പുടവാട് കല്യാണത്തലേന്നാണ്. അപ്പോൾ എല്ലാവരും പോയി ഒരു വിധം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.